Hi, welcome to Excel Skill Corner. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്പ്രെഡ്ഷീറ്റ് പ്രോഗ്രാമാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പ്രോഗ്രാമാണ്. അതുപോലെ ഇതിൽ ഓപ്ഷൻസ് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ, പിവോട്ട് ടേബിൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ബിസിനസ് സിനാരിയോയിൽ അല്ലെങ്കിൽ വർക്കിംഗ് സിനാരിയോയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഓപ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഇല്ലാത്തതുകൊണ്ട് പല ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കാറില്ല. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ എക്സൽ സ്കിൽ കോർണറിലൂടെ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് ബേസിക് മുതൽ അഡ്വാൻസ് വരെ ഇൻക്ലൂഡിങ് ഡാഷ്ബോർഡ് കോഴ്സ് വരെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇതിൽ ഓരോ ഓപ്ഷൻസും നമ്മൾ ഓരോ വീഡിയോസ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഒരു 6 മിനിറ്റ് അല്ലെങ്കിൽ അറൗണ്ട് 7 മിനിറ്റ്സ് വീഡിയോസാണ് ഓരോ ഭാഗമായിട്ട് ചെയ്തിരുന്നത്. ഈ ഫസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ വീഡിയോയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എന്തൊക്കെയാണ് ടോപ്പിക്സ്, എന്തൊക്കെയാണ് നമ്മൾ എക്സലിൻ്റെ ഫീച്ചേഴ്സ്, ദാറ്റ് മീൻസ് ഫസ്റ്റ് എന്തൊക്കെ ടൂൾസുകൾ, ഇതൊക്കെ നമുക്ക് പരിചയപ്പെടാം. കാരണം ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് മൈക്രോസോഫ്റ്റ് എക്സൽ 2007 അബോർഡ് ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് പ്രസന്റ് റണ്ണിങ് 2016 വരെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് കൂടുതലും അവർ അനലൈസിങ് ആ ഒരു അനലിറ്റിക്കൽ ഓപ്ഷനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം തോറും മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ബിസിനസ് സിനാരിയോസിൽ. ഇതിനെ നമുക്ക് 1 by 1 ആയിട്ട് പരിചയപ്പെടാം. എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ നമുക്ക് വർക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഇതിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്, നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഫയലിന് എന്താണ് നെയിം വരുന്നത്, ആ നെയിമിന് എന്താണ് പറയുക, അതേപോലെ തന്നെ നമുക്ക് ഓരോ സെൽസും അല്ലെങ്കിൽ ഓരോ റോസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ ഓരോ സൂം പാനൽ ഏതാണ്, സ്ക്രോൾ ബാർ ഏതാണ്, ഇത് ഓരോ ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് ലെസണിൽ പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പരിചയപ്പെടാം ടൈറ്റിൽ ബാർ. എന്താണ് ടൈറ്റിൽ ബാർ? ടൈറ്റിൽ ബാർ നമ്മൾ ഓരോ ഫയൽ സേവ് ചെയ്യുമ്പോഴും അതിൻ്റെ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റിലായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് കാണാം ഈ ടോപ്പിക്കിൽ ഈ സ്ക്രീനിൽ കാണാം ബേസിക് ലെസൺ. ബേസിക് ലെസൺ പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഫയലാണ്. അതുകൊണ്ട് ടൈറ്റിൽ ബാറായിട്ട് ബേസിക് ലെസൺ കാണാം. ഇതേപോലെ തന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഓപ്ഷൻ കാണാം. ഇവിടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാം ക്വിക്ക് ആക്സസ് ബാർ എന്നൊരു ഓപ്ഷൻ കാണാം. ക്വിക്ക് ആക്സസ് ടൂളിൽ പറഞ്ഞാൽ നമുക്ക് വളരെ എപ്പോഴും ആവശ്യം വന്നുകൊണ്ടിരിക്കുന്ന ടൂൾസ് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. കൂടെ ഒരു ഡൗൺ ആരോ ഉണ്ട്. ഈ ഡൗൺ ആരോയിൽ പോയി കഴിഞ്ഞാൽ മോർ കമൻസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ടൂൾസ് ഏതൊക്കെയാണ് ആവശ്യം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സേവ് ഉണ്ട്, ഹൈപ്പർ ലിങ്ക് ഉണ്ട്, അതുപോലെ ന്യൂ ഫയൽ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ഓപ്ഷൻ ഇട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ പരിചയപ്പെടുന്ന നെക്സ്റ്റ് ലൈനിൽ വരുന്ന ടാബ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം, ഇൻസെർട്ട്, പേജ്, ലേഔട്ട്, ഫോർമുലസ്, ഇതുപോലെ പല ടാബ്സ് ഉണ്ട്. ഈ ടാബ്സിൻ്റെ അണ്ടറിലാണ് ഓരോ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ഹോം ടാബിൽ താഴെ കാണാം പേസ്റ്റ്, ഫോർമാറ്റ്, എഡിറ്റിംഗ് ടൂൾസ്, അതുപോലെ പേജ് ലേഔട്ടിൽ പ്രിന്റ് ടൈറ്റിൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിന് നമ്മൾ റിബൺ എന്ന് പറയും. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഓപ്ഷനാണ് നെയിം മാനേജർ അല്ലെങ്കിൽ നെയിം ബോക്സ് കൂടി പറയും. നമുക്ക് നെയിം ബോക്സ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ പല റേഞ്ചിന് നെയിം ടൈപ്പ് ചെയ്യാൻ അതിൻ്റെ ഉപയോഗിക്കാം. അതേപോലെ തന്നെ അഡ്രസ്സ്. ഇപ്പോൾ നമ്മൾ സെല്ല് നമ്മൾ കേഴ്സർ ഇരിക്കുന്നത് J17 ഓട്ടോമാറ്റിക്കായിട്ട് നെയിം ബോക്സിൽ കാണിക്കുന്നത് J17 ആയിരിക്കും. നമ്മൾ സെല്ല് എവിടെ ഇരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് കാണിക്കുന്നത് J17. ജെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആൽഫബറ്റിക്കൽ ഉപയോഗിക്കുന്നത് കോളംസിന്, അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് ഉപയോഗിക്കുന്നത് റോസിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് പ്രത്യേകമാണ് ഫോർമുല ബാർ. ഫോർമുല ബാറിന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെ ഫോർമുല റൈറ്റ് ചെയ്തോ ആ ഫോർമുലസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യും. ഇത് പല സിനാരിയോസിലും നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. നമുക്ക് ഏതാണ് ചില ഫോർമുലസ് ഒക്കെ നമുക്ക് വ്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ കാണാം. അതേപോലെ ചെറിയ സ്ക്വയർ സെൽസ് ആണ്, കാരണം വെച്ചാൽ ഗ്രിഡ് ലൈൻസ് പോലെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സെൽസ്. ഇത് സെൽസിനെ നമുക്ക് കളക്റ്റീവായിട്ട് വെർട്ടിക്കലി നോക്കുകയാണെങ്കിൽ അതിന് കോളംസ് എന്ന് പറയും. അതേപോലെ ഹൊറിസോണ്ടലി നോക്കുകയാണെങ്കിൽ അതിന് റോസ് എന്ന് പറയും. ഹൊറിസോണ്ടലി ആണെങ്കിൽ റോസ് എന്ന് പറയും. അതേപോലെ നമുക്ക് ഇതിൻ്റെ എക്സലിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഡൗൺ സൈഡിലും 2 സ്ക്രോൾ ബാർ ഉണ്ട്. ഒന്ന് വെർട്ടിക്കലി സ്ക്രോൾ ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഹൊറിസോണ്ടലി സ്ക്രോൾ ചെയ്യണം. കാരണം വെർട്ടിക്കലി ഓൾറെഡി 10,65,000 എബോ റോസ് ഉണ്ട്. അതുപോലെ തന്നെ കോളംസ് ഉണ്ട് നമുക്ക്. അതുപോലെ നമുക്ക് കാണാം വർക്ക്ഷീറ്റുകൾ കാണാം. ഡിഫോൾട്ടായിട്ട് 3 വർക്ക്ഷീറ്റ് ഉണ്ടാവും. നമ്മൾ ഓരോ വർക്ക് ബുക്ക് പോലെ തന്നെ 3 ഷീറ്റുകൾ നമുക്ക് എത്ര അൺലിമിറ്റഡ് ഷീറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നാവിഗേഷൻ ടൂൾസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്ന ആരോസ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാം സൂം പാനൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇവിടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, 1 by 1 ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചില സിനാരിയോസിൽ നമുക്ക് ആവശ്യമായി വരാറുണ്ട്. ചില ഇലക്ട്രിസിറ്റി എടുത്ത് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് താഴെ കാണുന്ന സ്റ്റാറ്റസ് ബാർ. നമ്മൾ എന്തെങ്കിലും മുകളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാൽക്കുലേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ കാണാൻ പറ്റും. അതിൻ്റെ ബേസിക്കലി കാണുന്നത് കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ ആഡ്
ടോട്ടൽ അതുപോലെ തന്നെ മിനിമം ആവറേജ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മുകളിൽ കാണാം നമുക്ക് മിനിമൈസ് ടൂള്, മാക്സിമൈസ് ടൂള് കാണാം, അതുപോലെ റീസ്റ്റോർ ബട്ടൺ, ഇതെല്ലാം നമുക്ക് ഓപ്ഷൻസ് ഓൾറെഡി മുകളിലുണ്ട്. നമുക്ക് അതുപോലെ റീസ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ ഫയൽ ഇത് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ മറ്റൊരു ഓപ്ഷൻ പറയുന്നത് ഇതിൻ്റെ ഷോർട്ട് കീസ് ആണ്. നമ്മൾ സാധാരണ ഷോർട്ട് കീസ് തപ്പാറുണ്ട് എക്സൽ ഷോർട്ട് കീസ് ഓൾറെഡി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഓൾട്ട് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ എല്ലാ ഷോർട്ട് കീയും നമുക്ക് എക്സൽ കാണാം. ഇപ്പോൾ ജസ്റ്റ് ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഹോം ടാബിൽ എച്ച് കാണാം. അപ്പോൾ നമ്മൾ ആ ഓട്ടോമാറ്റിക് NOHP ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അടുത്ത ടാബ് ഏതാണ് കാണാം. അപ്പോൾ ഇവിടെ ഒരു H ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെ ഫയൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ കീയുടെയും ഷോർട്ട് കീ ഇവിടെ ഓട്ടോമാറ്റിക് വരും. പ്രത്യേകിച്ച് നമ്മൾ മൗസ് ഉപയോഗിക്കാതെ കീബോർഡ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. എല്ലാത്തിൻ്റെയും ഏത് ഓപ്ഷൻ്റെയും ഷോർട്ട് കീസ് ഇവിടെ ഇപ്പോൾ നമുക്ക് N ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിവോട്ട് ടേബിൾ ഉണ്ട്, V ക്ലിക്ക് ചെയ്ത് പിവോട്ട് ടേബിൾ വരും. അതുപോലെ പിക്ചേഴ്സ്, അതുപോലെ ഓരോന്നും ഓപ്ഷൻ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. സോ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ കൂടുതൽ ലെസൺസും കാര്യങ്ങളൊക്കെ നമ്മുടെ വരും വീഡിയോസിൽ കാണാൻ നമുക്ക്. ഇതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഓൾറെഡി ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്. അതിന് പുറമെ നമുക്ക് കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ കോഴ്സ് സെൻറ്റർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സീ യു.